താരീഖ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 6, 7, 8 എന്നീ 3 പാഠങ്ങളുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, പ്രയാസമുള്ള ഭാഗങ്ങൾ എല്ലാം എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള നല്ല ഒരു വിശദീകരണം കണ്ടു കഴിയുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത്. മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുസ്തകം മറിച്ച് വെച്ച് അത് നോക്കിക്കൊണ്ട് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറായിരിക്കും. നേരെ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. താരീഖ് പാഠം 6. അരുത്, അങ്ങനെ ചെയ്യരുത്. പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷം പിന്നിട്ടു. മക്കയിൽ ഇസ്ലാം വളരുകയാണ്. ശത്രുക്കളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ്. അബൂ തോലിബിൻ്റെയും ഖദീജ ബീവിയുടെയും മരണത്തിനു ശേഷം അത് ഒന്നുകൂടി വർദ്ധിച്ചു. ഈ ഘട്ടത്തിൽ ബനൂ തഖീഫ് ഗോത്രക്കാരനായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ എന്തിനാണ് നബി തോയിഫിലേക്ക് പുറപ്പെട്ടത്? നോട്ട് ചെയ്തോളൂ. മക്കയിൽ നിന്നും ഏകദേശം 91 കിലോമീറ്റർ, എത്ര കിലോമീറ്റർ? 91 കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ഏത്? തോയിഫ്. കൂടെ ആരാണ്? സെയ്ദ് ബിനു ഹാരിസ, ഓർത്തു വെച്ചോളൂ, ഉണ്ടായിരുന്നു. ബനൂ തഖീഫ് ഗോത്രക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല. മാത്രമല്ല അവർ കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോൾ ബനൂ തഖീഫ് ഗോത്രക്കാർ എങ്ങനെയാണ് ചെയ്തത്? ചിലപ്പോൾ അങ്ങനെ ചോദ്യം വന്നേക്കാം. ആക്രമണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ കാലിന് പരിക്ക് പറ്റുകയും രക്തം ഒഴുകുകയും ചെയ്തു എന്നാണ്. ഇനി അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണെന്ന് ഇസ്ലാം സ്വീകരിച്ചത്. ആരാണ് ഇസ്ലാം സ്വീകരിച്ചത്? അദ്ദാസ്. പരീക്ഷണീയതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ ഇരുന്നത്? ഒരു മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ആരാ വന്നത്? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. ഇതാരാ പറഞ്ഞത്? ജിബ്രീലാണ് പറഞ്ഞത്. അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ 2 മലകളാൽ അവരെ മുഴുവൻ നശിപ്പിക്കാം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ തടഞ്ഞുകൊണ്ട് നബി എന്താ പറഞ്ഞത്? അരുത്, അങ്ങനെ ചെയ്യരുത്. അരുത്, അങ്ങനെ ചെയ്യരുത്. അവരിൽ നിന്നും ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിൽക്കാലത്ത് തോയിഫുകാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ പാഠത്തിൽ വന്നിട്ടുള്ള ചില പ്രധാന വിഷയങ്ങൾ, ചോദ്യങ്ങൾ ഒന്ന് വായിക്കാം. പരീക്ഷണീയതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു എന്ത്? അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ 2 മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. ഇനി പൂർത്തിയാക്കാം എന്നുള്ളതിൽ പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്ററാണ് തോയിഫിലേക്കുള്ള ദൂരം. തോയിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തത് ഉത്തരം പറയാം എന്നുള്ളതിൽ തോയിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബി സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് തോയിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം? തോയിഫുകാരിൽ നിന്ന് എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം. മൂന്നാമത്തത് തോയിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? അദ്ദാസ് എന്ന ഒരു ക്രിസ്ത്യൻ അടിമ. ചെറുമ്പടി ചേർക്കാം. അദ്ദാസ് ക്രിസ്ത്യനാണ്. സെയ്ദ് ബിനു ഹാരിസ സഹചാരി, കൂടെ ഉണ്ടായിരുന്ന ആൾ. ബനു തഖീഫ് തോയിഫിലെ ഗോത്രമാണ്. തോയിഫ് യാത്ര 10ാം വർഷമാണ്. ഇങ്ങനെയാണ് ചെറുമ്പടി ചേർക്കുക. വളരെ എളുപ്പമുള്ള നല്ലൊരു പാഠമാണ്. എല്ലാവർക്കും വേഗം മനസ്സിലാവും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടാൽ മനസ്സിലാവും. അടുത്തത് പാഠം 7. ദൗത്യം പുറം നാട്ടിലേക്ക്. അതാ അവിടെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു. തീർത്ഥാടനത്തിന് വന്നവരാരോ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു. രാത്രിയാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവരെ കണ്ടു. ആരായിരുന്നവർ? മദീനയിൽ നിന്ന് വന്നവരാണവർ. 6 പേരുണ്ട്. എത്ര പേര്? 6 പേര്.
തോയിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിശ്വാസികളുമായി സംസാരിക്കുന്നത് നബിതങ്ങളുടെ പതിവാണ്. അപ്പോൾ നബിതങ്ങളുടെ പതിവെന്താണ്? തോയിഫിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത്. അവരോട് തന്നെക്കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. എന്താ സംസാരിച്ചത്? നോട്ട് ചെയ്തോളൂ. അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതെപ്പോഴാണ്? നുബുവത്തിൻ്റെ 11-ാം വർഷമായിരുന്നു ഇത്. അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു. അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുണ്ടായി. ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതാണ്. ഇത് ആ പ്രവാചകനായിരിക്കാമെന്ന് അവരുടെ മനസ്സ് പറഞ്ഞു. അടുത്ത വർഷവും തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി. അവരുമായി മിനയിൽ അതേ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അപ്പോൾ അവർ 12 പേരുണ്ടായിരുന്നു. എത്ര പേര്? 12 പേര്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഉടമ്പടിയും ചെയ്തു. ഇതിന് 1-ാം അഖബ ഉടമ്പടി എന്ന് പറയും. അപ്പോൾ 1-ാം അഖബ ഉടമ്പടിയിൽ എത്ര പേരുണ്ടായിരുന്നു? 12 പേര്. അപ്പോൾ ഏതിനാണ് 1-ാം അഖബ ഉടമ്പടി എന്ന് പറയുന്നത്? അത് നോട്ട് ചെയ്യുക. ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു. അപ്പോൾ ആരെയാണ് പറഞ്ഞയച്ചത്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു. അപ്പോൾ അതാണ് പാഠം. ഇനി ആ പാഠത്തിലെ ചോദ്യോത്തരങ്ങളൊന്ന് വായിക്കാം. ഉത്തരം പറയാം എന്നുള്ളതിലെ എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ കണ്ടുമുട്ടിയത്? മിനയിൽ വെച്ച്. അവർ എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. രണ്ടാമത്തത് 3 മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചതെങ്ങനെ? മദീനയിൽ നിന്ന് വന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഇഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. 4 രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. 5 രണ്ടാം പ്രാവശ്യം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് എവിടെ വെച്ചാണ്? മിനയിൽ അതേ സ്ഥലത്ത് വെച്ച്. ഇനി 2 പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1-ാം അഖബ നടന്നത് നുബുവത്തിൻ്റെ 12-ാം വർഷമാണ്. 2 ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ള പാഠമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നുമില്ല, അതിൽ എളുപ്പം മനസ്സിലാക്കാം. ഇനി നമുക്ക് 8-ാമത്തെ പാഠം ഒന്ന് വായിച്ചാലോ? ഏറ്റവും കൂടുതൽ ചോദ്യം നമുക്ക് ഇതിൽ നിന്നാണ് പ്രതീക്ഷിക്കുക. ആകാശാരോഹണം. ചിത്രം കണ്ടില്ലേ? സ്വർണ്ണ നിറത്തിലുള്ള ഈ വലിയ കുബ്ബയുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ? അതിനകത്തൊരു പാറയാണ്. ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്തത്. അപ്പോൾ എവിടെ നിന്ന് എവിടേക്ക്? നോട്ട് ചെയ്ത് വെച്ചോളൂ. മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ അഖ്സയിലെത്തിയത്. എവിടെ നിന്ന്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തി. ഈ യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഉറപ്പായും ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മിറാജ് എന്നും പറയും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനം. ഏത് വാഹനം? ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു ഈ യാത്ര. ഒപ്പം ആരുണ്ടായിരുന്നത്? ജിബ്രീൽ ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുവാൻ മസ്ജിദുൽ അഖ്സയിൽ ആരുണ്ടായിരുന്നു? മുൻകാല പ്രവാചകന്മാർ സന്നിഹിതരായിരുന്നു. അവർക്കെല്ലാം ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി. അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി. ഈ രാത്രിയാണ് അള്ളാഹു നമുക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. എത്ര വക്ത്? 5 വക്ത്. അതേ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. നുബുവത്തിൻ്റെ 11-ാം വർഷം. എപ്പോൾ? നുബുവത്തിൻ്റെ
11-ാം വർഷം റജബ് മാസം 27-ാം രാവിലായിരുന്നു ഈ സംഭവം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് ഈ പാഠം. ഇതിലും വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് മുന്നേ അറിയുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഉത്തരം പറയാം എന്നുള്ളതിൽ ഇസ്രാ എന്നാൽ എന്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ യാത്രയാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത്. 2 മിഅ്റാജ് എന്നാൽ എന്ത്, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിയതിന് മിഅ്റാജ് എന്ന് പറയുന്നു. 3-മത്തത് ഖുബ്ബയുടെ ഉള്ളിൽ എന്താണ്, ഖുബ്ബയുടെ ഉള്ളിൽ ഒരു പാറയാണ്. 4-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയത് എവിടെ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്. മസ്ജിദുൽ അഖ്സയിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്, മുൻകാല പ്രവാചകന്മാർ. ഇനി വിവരിക്കാം എന്നുള്ളതിൽ മസ്ജിദുൽ അഖ്സയിൽ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് മുൻകാല പ്രവാചകന്മാർക്കെല്ലാം ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി. 2 ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനം പ്രകാശത്തേക്കാൾ വേഗതയുള്ള ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയത്. ഇനി ഓർമ്മ പരിശോധിക്കാം എന്നൊരു ഭാഗം വരുന്നുണ്ട്. നിർബന്ധമായ നിസ്കാരങ്ങൾ എത്രയാ? നിർബന്ധമായ നിസ്കാരങ്ങൾ 5 ആകുന്നു. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹ്. ഓരോ നിസ്കാരത്തിൻ്റെ സമയം പറയുക. ളുഹർ, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ മധ്യായന നിഴൽ ഒഴിച്ച് അതിൻ്റെ അത്ര ആകുന്നതുവരെ. 2 അസർ, ളുഹറിൻ്റെ സമയം കഴിഞ്ഞതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ. മഗ്രിബ്, സൂര്യൻ അസ്തമിച്ചതു മുതൽ ചുവപ്പ് ശോഭ മായുന്നതുവരെ. ഇശാ, മഗ്രിബിൻ്റെ സമയം കഴിഞ്ഞതു മുതൽ ഫജ്റു സ്വാദിഖ് വെളിവാകും വരെ. സുബഹ്, ഫജ്റു സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. 3-മത്തത് നിസ്കാരം നിർബന്ധമാക്കിയ വർഷം, മാസം, ദിവസം എന്നിവ പറയുക. നബുവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസം 27-ന്. ഇതോടെ ഈ പാഠവും കഴിഞ്ഞു. അപ്പം 3 പാഠം നമ്മൾ റിവിഷൻ നടത്തി. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.